രാത്രി 11 മണിയോടെ പെട്രോൾ പമ്പിൽ കാറുമായി ഇന്ധനമടിക്കാൻ ചെല്ലുന്നു. ഇന്ധനം നിറച്ച ശേഷം ടോയ്ലറ്റ് എവിടെ എന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരോട് ചോദിക്കുന്നു. ഒരു രക്ഷയുമില്ല, പമ്പിലെ ടോയ്ലറ്റിന്റെ താക്കോൽ ഇല്ല എന്ന് ജീവനക്കാരുടെ മറുപടി. അത്രയും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. കാറിലെത്തിയ വനിതയെ ജീവനക്കാർ പരിഹസിക്കുകയും ചെയ്തു. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി അധ്യാപിക CS ജയകുമാരി തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. പോലീസിനെ ഫോൺ വിളിച്ചു. പോലീസ് പെട്രോൾ പമ്പിലെത്തി ടോയ്ലറ്റ് ചവിട്ടി തുറന്നു. ഞാൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴത് പൂട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു. അവിടെ വന്ന് പമ്പിലെ ജീവനക്കാരനോട് അതിൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടു. അപ്പോഴത് താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. 3 മണി തൊട്ട് ഞാൻ യാത്ര ചെയ്യാണ്, കാസർഗോഡ് നിന്ന് വരികയാണ്. ഇനി അടുത്ത പമ്പ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, രാത്രിയാണ്, എനിക്ക് പോയേ പറ്റൂ. അത്ര അവസ്ഥയിലാണ് നമ്മളൊരു ആവശ്യപ്പെടുന്നതെന്ന്. അപ്പോഴവർ തരാൻ പറ്റത്തില്ല, താക്കോൽ ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പരുഷമായിട്ട് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അവർ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആവശ്യ കൂടുതലുണ്ട് അവിടെ പ്രദർശിപ്പിച്ചിരുന്ന നമ്പറുകളിലേക്ക്, അതിൻ്റെ ഡീലറിൻ്റെ നമ്പർ, മാനേജറുടെ നമ്പർ, ഇവരുടെ നമ്പറുകളിലേക്കെല്ലാം ഞാൻ വിളിച്ചു. അവരാരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഓരോരുത്തർ